നമ്മൾ ലുലുവിൽ വന്നു ഗൈസ്. പക്ഷെ ഇവിടെ തിരക്കായിട്ട് ഒരാൾ പേടിച്ച് ഇതിനെക്കാട്ടി ആറ്റാൻ പൊങ്കാലേക്ക് പോയാൽ മതി ഇതൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാനും അമ്മയും കൂടി ലുലു പോകുന്നതായിരിക്കും. അമ്മ ലുലു പോവാം. ഇവിടെ ഇത്ര ആൾക്കാരെ കണ്ട് ഫുൾ ടെൻഷനായി. നമ്മളിപ്പം ലുലു കണക്റ്റിലാണ് ഫസ്റ്റ് പോകാൻ പോകുന്നത്. അവിടെ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ വെള്ളക്കുറവാണോ നമ്മൾ മലയാളം വിടാൻ പാടില്ല അല്ലേ? സിനിമ കണ്ടിട്ട് പറ്റത്തില്ല. കേറിക്കാം. പിന്നെ കുറുക്കന്റെ കണ്ട് കോഴിക്കുട്ടി തന്നത് പറയാൻ പോലെയാണ് അമ്മേനെ കണ്ട് മിക്സിക്കാർ. എന്തെങ്കിലും നടക്കണം. വീട്ടിൽ പോയി ഇപ്പോഴേക്കും തന്നെ പറ്റത്തുള്ളൂ. എന്തെങ്കിലും നടക്കണം. ടിവിയാ ഇത് മിക്കവാറും അടിയാവും. ഇവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങള് എപ്പോ പോയാലും മിക്സി. ഈ അമ്മമാർക്ക് എന്തിനാണ് ഇത്രയും മിക്സി എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ എന്താണ് നിങ്ങൾക്ക് മിക്സി കാണുമ്പോൾ വിചാരം? പറയൂ. പുതിയ സ്ട്രാറ്റജി. അമ്മ പോയി ക്യൂ നിൽക്കുക. 1 മണിക്കൂർ വരുമ്പോ ഞാൻ സാധനം എടുത്തിട്ട് വരുമ്പോ ക്യൂ കിട്ടുമെന്നാണ് അമ്മ പറയുന്നത്. എന്താണ് അമ്മ എടുത്ത് മതിയാ? എത്ര 50% ഓഫ് ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കും. ബോസ് പിന്നെയും ബെഡ്ഷീറ്റും ടവലും ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞു. എന്തിനാണ്? എന്താ മേടിക്കും? എന്താന്ന് വേണം? വേണ്ട. പണ്ടൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് പോകുമ്പോ അത് വാങ്ങിച്ചാ ഇത് വാങ്ങിച്ചാന്ന് പറയണേന്ന് ഞാനിപ്പോ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം മനസ്സിലായ പോലെ നിൽക്കാതൊക്കെ. സന്തോഷായ തള്ളത്തിനാണ് ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കാണിക്കുന്നത്. എനിക്കറിയാൻ പാടില്ലതേ. എനിക്ക് 2 മാച്ചും അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ഒരാൾ തളർന്നു പോയി ഗൈസ്. നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തളർന്നു. ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? തളർന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗൈസ്. അതിൽ നമുക്കൊരു തളർച്ചയില്ല. അത് മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള കാര്യം. എനിക്കും തളർന്നു. മൊത്തത്തിൽ വയ്യാണ്ടായി. ഭയങ്കര തിരക്കും എല്ലാം. ഒരു 50% ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഓടിക്കളി നമ്മളെ പോലെ ഇങ്ങനെ വരും. അതും സൺഡേയും ജൂലൈ 7-ഉം അതായത് തീരുന്ന ദിവസവും സൺഡേ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും മൊത്തം പ്രശ്നമായി. പക്ഷെ നമ്മൾ സാധനങ്ങൾ മേടിച്ചു എന്നുള്ളതാണ് സത്യം. കണ്ടത് അമ്മയുടെ ക്യൂട്ട്നെസ് ആണ്. നമ്മളൊരു ഡ്രൈ ഫ്രൈയും വാങ്ങിച്ചു, എയർ ഫ്രൈയും വാങ്ങിച്ചു. എയർ ഫ്രൈയറോ എന്തെങ്കിലും പറയുന്നത്? എയർ ഫ്രൈയറും വാങ്ങിച്ചു. 2-3 മാറ്റ് വാങ്ങിച്ചു. പിന്നെ അമ്മയ്ക്ക് എന്തോ പാത്രം തൂക്കാൻ വേണ്ടി ഒരു സാധനം വാങ്ങിച്ചു. വേറൊന്നും വാങ്ങിച്ചു. എന്ത് വേണം? ഉയർന്നോടെ വേണം. ഫുഡ് ബ്ലോഗർ ആഹാക. താങ്ക് യു ചേച്ചി. ഞാൻ എന്നെ തന്നെ കളിയാക്കിയത്. അപ്പം ഇത്രയുള്ള